അങ്ങനെ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് കെ സുധാകരൻ UDF നേതാക്കൾക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ്. സുധാകരന്റെ KPCC അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ച് നിരവധി രാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്നു. ഇനി അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരില്ല എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെ സുധാകരനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ KC വേണുഗോപാലുമാണ് സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചത് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ സുധാകരനെ ഒതുക്കാൻ ശ്രമമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റായി നാളെ ചുമതല ഏറ്റെടുക്കും. സുധാകരന്റെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ചുമതലയേൽക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. വിവാദം അവസാനിപ്പിക്കാൻ AICC ഇടപെടുകയായിരുന്നു. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ലെന്നും പോയി ഒപ്പിട്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഒരു തന്ത്രവും മെനയുന്നില്ല എന്നും തനിക്ക് ആരോടും പരാതിയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ വായിച്ചില്ലേ? അതിനകത്ത് തന്നെ വായിച്ചില്ലേ? ഞാൻ എന്താ പറയുന്നുണ്ട്? ഏത് റിസൾട്ട്? ഇലക്ഷൻ ഒന്നുമില്ല, അങ്ങനത്തെ നിർദ്ദേശമൊന്നുമില്ല. എനിക്ക് ഏത് സമയത്തും എനിക്ക് ചാർജ് എടുക്കാം, എനി ടൈം. മനസ്സിലായോ? എനിക്ക് അതിനകത്ത് വേറെ സ്പെഷ്യലൊന്നുമില്ല. ഞാൻ KPCC പ്രസിഡന്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. എനിക്ക് എപ്പോഴും പോയിക്കൂടെ? അതിലെന്തിരിക്കുന്നു? ഇതൊരു ഫോർമാലിറ്റി എന്നതല്ലാതെ അതിനപ്പുറത്ത് പറയത്ത് ഒരു കാര്യവുമില്ല. എനിക്ക് ഏത് സമയത്തും പോയി എടുക്കാം, ഇന്ന് പോകാം, നാളെ പോകാം, എടുക്കാം. പക്ഷേ ഞാനൊന്ന് അത് ഒക്കെ ഹൈക്കമാൻഡൊക്കെ ആയി ഡിസ്കസ് ചെയ്തിട്ടേ എടുക്കുന്നുള്ളൂ. പാർട്ടിക്കകത്ത് ഒരു അനിശ്ചിതത്വം അതുകൊണ്ടൊന്നുമില്ല. അല്ല, അത്യാവശ്യമില്ല. ഇപ്പം എൻ്റെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഇത്തിരി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞില്ല, കഴിയാൻ പോകുന്നേ ഉള്ളൂ. ഇന്നുകൊണ്ട് കഴിയുമെന്ന് വിചാരിക്കാം. അതേസമയം തന്നെ പാർട്ടിക്കുള്ളിൽ സുധാകരനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നതായി ചർച്ചകളുണ്ടായിരുന്നു. അതിന് സുധാകരന്റെ പ്രവർത്തികളും ഒരു കാരണമാണ്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ചില ഘട്ടങ്ങളിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ കെ സുധാകരൻ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിനുദാഹരണമായി പറയുകയാണെങ്കിൽ BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തതും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എത്തുമ്പോൾ സ്വന്തം പാർട്ടിയെ തന്നെ കുഴപ്പത്തിലാക്കിയതും എന്തിനേറെ പറയുന്നു, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനെ കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് അസഭ്യ പരാമർശം നടത്തിയതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കെ സുധാകരന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചിരുന്നു. സുധാകരന്റെ ഇത്തരം പ്രവർത്തികളെല്ലാം പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നേതാക്കൾ വരെ കെ സുധാകരൻ തങ്ങൾക്ക് ഒരു ബാധ്യതയാണ് എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതും. അതിനെ ഊട്ടിയുറപ്പിക്കുന്ന വിധം സുധാകരന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകുന്നതിൽ നേതാക്കൾ വിമുഖത കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ താൽക്കാലികമായി ഒഴിഞ്ഞുനിന്ന KPCC പ്രസിഡന്റ് സ്ഥാനം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരികെ നൽകാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും സ്ഥാനം തിരികെ നൽകാത്തതിൽ സുധാകരന് അതൃപ്തി ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും തൽക്കാലം ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടിലായിരുന്നു. എന്നാൽ ഇതിനോട് യോജിക്കാതിരുന്നത് രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ് എന്ന പ്രതീക്ഷയിലാണ് കെ സുധാകരനുള്ളത്. കാരണം നിലവിലെ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമായിരിക്കുകയാണ്. താൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരുമെന്ന് സുധാകരൻ ഉറപ്പിച്ചു പറയുന്നു. ആരെതിർത്താലും തന്റെ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ ഇപ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ UDFിലെ പല നേതാക്കൾക്കും അത് തിരിച്ചടിയാണ്.